പ്രവാസി യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ. മുഖ്യമന്ത്രിയോട് പരാതിക്കാരി പറയുന്നത് എങ്ങനെയാണ് ക്രിമിനൽ നടപടിയാവുക എന്നതടക്കം 10 ചോദ്യങ്ങൾ സെൻകുമാർ പോലീസിനോട് ഉന്നയിച്ചു. BNSS വകുപ്പ് 184(1) പ്രകാരം കേസെടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ? വൈദ്യപരിശോധന പോലും നടക്കാതെ എങ്ങനെയാണ് വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും. ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ്. പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയണ്ടേ? ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് BNSS വകുപ്പ് 173(1)(2) പ്രകാരം ലഭിച്ചിട്ടുണ്ടോ? അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 3-ാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ? റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ? അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. ഇനി പോട്ടെ, നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ BNSS വകുപ്പ് 184(1) പ്രകാരം കേസെടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ? പോട്ടെ, അങ്ങനെ വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക? എങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയാൻ സാധിക്കുക? എങ്ങനെയാണ് 187(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനം ക്രിമിനൽ നടപടിയാവുക? ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും. അത് പോലീസ് അറിയുക. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. അതേസമയം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. പേടിപ്പിക്കാൻ നീയല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട. പേടിക്കാൻ ഉദ്ദേശമില്ല. ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലഗ്രാമിൽ അയച്ച മറുപടി സന്ദേശങ്ങളാണ് പുറത്തായത്. പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല. ഇനി നീ ചെയ്യാനുള്ളത് ചെയ്യ്, ബാക്കി ഞാൻ ചെയ്തോളാം എന്നാണ് ഭീഷണിപ്പെടുത്തൽ. ഓടി നടന്ന് നീ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഇമേജ് ഉണ്ടല്ലോ, ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാളൻ ആണല്ലോ എന്ന് അതിജീവിത ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ പേടിപ്പിക്കുന്ന പരിപാടി 1 മാസം മുമ്പൊക്കെ നടത്തിയാൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ പരിധിയും കഴിഞ്ഞു നിൽക്കുന്നു. നീ ഈ പറയുന്ന ഇമേജ് തിരിച്ചു പിടിക്കാനൊന്നുമല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്. ഇനി ഒന്നിനോടും കീഴ്പ്പെടുന്നില്ല എന്ന എൻ്റെ തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാനും ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല. നിന്റെ ഭീഷണിയൊക്കെ നിർത്തിയേക്ക്. ഇവിടെ വന്നാൽ ഞാൻ കുറേ ആളുകളുമായി നിന്റെ വീട്ടിൽ വരാം, അത്ര തന്നെ. അല്ലാണ്ട് ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട, രാഹുൽ പറയുന്നു.